ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ദൈവവചന ഭാഗം സദൃശവാക്യം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മുടെ വഴികളിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ വഴിയെന്നും ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കി അതിനെ പിൻപറ്റണമെന്നുമാണ് ഈ സദൃശ്യവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനേക വട്ടം നാം കേട്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ്. എന്നാൽ ഇന്ന് ഒരു ലഘുവായ സന്ദേശത്തിനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വഴികൾ നമ്മൾ അറിയുക? മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്ലാൻ അല്ലെങ്കിൽ ഗൈഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തീരുമാനമെടുക്കാൻ, ഒരു യാത്രയ്ക്ക് പോകുവാൻ, നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ എന്നറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചന സന്ദേശം. ഒന്നുകൂടി പറയാം, നമ്മുടെ ജീവിതത്തിൽ പല നിർണായകമായ ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഒരു വിവാഹകാര്യം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അതുമല്ലെങ്കിൽ ഒരു ജോലിയോടുള്ള ബന്ധം, അതല്ലെങ്കിൽ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ, അതൊക്കെ എടുക്കേണ്ടതായ ഘട്ടം വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ഗൈഡൻസ് ലഭിക്കുക എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. ഹല്ലേലൂയ. അതിന് സഹായകമായിരിക്കുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ഗൈഡൻസ് ലഭിക്കും, മാർഗനിർദ്ദേശം ലഭിക്കും, 5 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് അതിനായിട്ട് പഴയ നിയമത്തിലെ ഒരധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. അതിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായമാണ്. 24-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് താഴോട്ട് വായിക്കാം. 24-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. അബ്രാഹാം വയസ്സിൽ ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രാഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തന്റെ വീട്ടിലെ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകരമായ ദാസനോട് അബ്രാഹാം പറഞ്ഞത്, നിന്റെ കൈ എൻ്റെ തുടയിൽ കീഴിൽ വയ്ക്കുക. ചുറ്റും പാർക്കുന്ന കന്യന്മാരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും. ദാസൻ അവനോട്, പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സിലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കി കൊണ്ടുപോകണമോ എന്ന് ചോദിച്ച് അബ്രാഹാം അവനോട് പറഞ്ഞത്, എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ട് പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തിൽ നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്റെ ദൂതനെ അയക്കും. എന്നാൽ സ്ത്രീക്ക് നിന്നോടുകൂടെ പോരുവാൻ മനസ്സില്ലെങ്കിൽ നീ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടുപോകുക മാത്രമരുത്. മതി, തൽക്കാലം അത്രയും വായിക്കാം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും സുപരിചിതവും നാം പലപ്പോഴും വായിച്ചു കേട്ടതായൊരു ഭാഗമാണ്. അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. ആടുമാടുകൾ, മറ്റുള്ള സമ്പത്തുകളൊക്കെയും ആർക്ക് വർദ്ധിച്ചു? അബ്രഹാമിന് വർദ്ധിച്ചു. വയസ്സ് ചെന്നു. പക്ഷെ തനിക്ക് ആരില്ല, സാറായിലൊരു മകൻ
ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കാലമൊക്കെ ചെയ്തപ്പോൾ ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റിക്കൊണ്ട് സാറായിൽ ഒരു മകനെ കൊടുത്തു. അവൻ്റെ പേരാണ് ഇസഹാക്ക്. ഇപ്പോൾ അബ്രഹാം വളരെ വയസ്സ് ചെന്നവനായി. ഇസഹാക്കോ താൻ വിവാഹപ്രായം എത്തിയിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് 24-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ നാം വായിക്കുന്നത്. ഇവിടെ പറയുന്നത്, അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. നീ നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക, എന്നിട്ട് ചില സത്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് അവിടെ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു സമയത്ത് കുഞ്ഞുണ്ടാവാൻ വൈകിയപ്പോൾ അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, എനിക്ക് കുഞ്ഞില്ലെങ്കിലും ഇനി വിരോധമില്ല, നിരാശയില്ലെന്ന് പറഞ്ഞ വാക്കാ. എൻ്റെ സകല സ്വത്തിനും ആരവകാശിയായ മതി, എലിയാസർ അവകാശമായ മതി എന്ന് പറഞ്ഞ ഒരു അബ്രഹാമാണ്. വിശ്വാസക്കുറവിലാണ് പറഞ്ഞത്. അതിനുമ്പ് വാക്തത്വമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും വാക്തത്വങ്ങൾക്ക് പഞ്ഞമൊന്നുമില്ല. പക്ഷേ ആ വാക്തത്വം പ്രാപിക്കാനായിട്ട് സഹിഷ്ണുത ആവശ്യമാണ്. ദൈവജനത്തിന് അനേകം എന്തുണ്ട്? വാക്തത്വങ്ങളുണ്ട്. ഇന്ന് കാലത്ത് ഇംഗ്ലീഷ് ആരാധനയിൽ പറഞ്ഞത്, അനേക വാക്തത്വങ്ങൾ നമുക്കുണ്ട് എങ്കിലും ആ വാക്തത്വങ്ങൾ സ്വായത്തമാക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾക്കാണ് ആ സ്വഭാവം കൂടുതൽ. ഈ തുണിക്കടകളിലൊക്കെ ചെല്ലും. തുണിക്കടയിൽ മാത്രമല്ല, ഈ ജ്വല്ലറി കടകളിലൊക്കെ ചെല്ലും. അല്ലെങ്കിൽ മിക്കവാറും കടകളിൽ ചെല്ലുമ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പരമാവധി സാധനങ്ങൾ എന്ത് ചെയ്യും? എടുത്തിട്ട് അത് നോക്കും, ഇത് നോക്കും, അത് നോക്കും, ഇത് നോക്കും, അത് നോക്കും, ഇത് നോക്കും. അപ്പോൾ ചില സ്ത്രീകൾ വരുമ്പോൾ തന്നെ അവിടെയുള്ള സെയിൽസ് ഗേൾസിന് ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഇവർ പോയി കഴിയുമ്പോൾ ഇതൊക്കെ മടക്കി രണ്ടാമത് ഇതിലേക്ക് വെക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ ഉള്ളിൽ ശമിച്ചുകൊണ്ടായിരിക്കും ഇവരെടുക്കോ എടുക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അത് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ്, ചിലരൊന്നും എടുക്കാതെ ഞങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു പോകും. അതിന് വിളിക്കുന്ന പേരാണ് വിൻഡോ ഷോപ്പിംഗ് എന്ന്. വെറുതെ കാണാൻ വേണ്ടി മാത്രം പോകുന്നത്. പലരും വലിയ വിലയേറിയ സാധനങ്ങൾ വിൽക്കുന്ന വലിയ മോളിൽ ചെന്നിട്ട് വിൻഡോ ഷോപ്പിംഗ് നടത്തി തിരിച്ചു പോരും. ഒരിക്കൽ ബാംഗ്ലൂരിലെ ഒരു മോളിൽ ചെന്നപ്പോൾ ഒരു വാനിറ്റി ബാഗ്, 1,00,000 രൂപയുള്ള ഒരു വാനിറ്റി ബാഗ് കണ്ടു. ഞാൻ നോക്കിയപ്പോൾ സാധാരണ സ്ത്രീകളൊക്കെ ഇടുന്ന ഒരു വാനിറ്റി ബാഗ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ അതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ബാഗിന് എന്താ വില? 1,00,000 രൂപ. ഞാൻ പറഞ്ഞു, നമുക്ക് കൊടുത്ത് മാറിപ്പോന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, ഓ, നമ്മളിപ്പോൾ ഇത് വാങ്ങിക്കാനൊന്നും പോണില്ല, നമുക്കിതൊക്കെ ഒന്ന് കാണാമല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, നാം നോക്കിക്കാണേണ്ടതല്ല, നാം പ്രാപിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത്, അബ്രഹാമിന് ഒരു സന്തതി ഉണ്ടായി, ഇസഹാക്ക്. ഇസഹാക്കിലൂടെ എണ്ണാൻ കഴിയാത്ത അത്രം, അതായത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഭൂമിയിലെ എന്തിനെ പോലെയും മണൽ പോലെയും ജനതയെ ഉണ്ടാക്കുമെന്ന് അരുളി ചെയ്ത ഒരു ദൈവത്തിന്റെ വാക്ക് കേട്ട് പുറപ്പെട്ടവനാണ് ആര്? അബ്രഹാം. അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ വായിച്ചത്, ആന്റണി സഹോദരൻ വായിച്ചതായിരിക്കുന്ന 1 മുതൽ താഴോട്ടുള്ള, അതായത് 8 വരെയുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിക്കണമേ, ഒരു ഗൈഡൻസ് കിടപ്പുണ്ട്. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് തിരിച്ചറിയേണ്ടതിനായിട്ടുള്ള ഒരു ദൈവഹിതം കിടക്കുന്നുണ്ട്.
എന്താണ് ദൈവഹിതം എന്ന് പറഞ്ഞാൽ, ഇവിടെ ആ സമയത്ത് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടതായോ ദൈവം അബ്രഹാമിനോട് എന്തെങ്കിലും പറഞ്ഞതായിട്ടോ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവം അന്ന് കാലത്ത് പ്രത്യക്ഷനായ അബ്രഹാമെ നീ എലിയാസിനെ വിളിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യ് എന്നൊക്കെ പറഞ്ഞതായിട്ട് അവിടെ എഴുതിയിട്ടുണ്ടോ? അവിടെ എഴുതിയിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇവിടെ ആരായി തീരുമാനമെടുക്കുന്നത്? അബ്രഹാം ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. എന്നാൽ അബ്രഹാം കൊടുത്ത നിർദ്ദേശങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നോർത്തിട്ടാണ് പ്രാരംഭമായി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നാം ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നാം അറിയുവാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ എങ്ങനെ വിളിച്ചത്? നിന്റെ പിതൃദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ വിഗ്രഹാരാധനയെയും നീ ആയിരിക്കുന്ന പാരമ്പര്യത്തിന്റെ എല്ലാ കെട്ടുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് നീ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക്, തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. അങ്ങനെയാണോ? നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് ദൈവം ആരെ വിളിച്ചത്? കുഞ്ഞില്ലാത്ത സമയത്ത് അബ്രഹാമിനെ വിളിച്ചത്. ഹല്ലേലൂയ. ഉറപ്പായിട്ട് അങ്ങനെയാണ് വിളിച്ചത്. ഹല്ലേലൂയ. മാത്രമല്ല, നിനക്കൊരു മകനുണ്ടാകുമെന്നും ആ മകൻ അനേക കുഞ്ഞുങ്ങളുണ്ടാകുമെന്നും കർത്താവ് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം അബ്രഹാമിന് ഉറപ്പുണ്ട്, ഇനി ദൂതൻ പ്രത്യക്ഷനാകണ്ട, ഇനി ദൈവത്തിന്റെ ശബ്ദം കേൾക്കണ്ട. ഒരു കാര്യം മതി സ്റ്റെപ്പ് എടുക്കാൻ. അതെന്താ? അത് ദൈവത്തിന്റെ വാക്കുകളാണ്, അവനോട് സംസാരിച്ച വാക്കുകളാണ്. അവൻ ഈ പറഞ്ഞ കാര്യത്തിൽ 2-3 കാര്യങ്ങൾ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയാമോ? അവൻ എലിയാസറിനോട് പറഞ്ഞു. എന്തു പറഞ്ഞു? നീ നമുക്ക് ചുറ്റുമുള്ള കാനാന്യരിൽ നിന്ന്, അവിടെ വായിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റും പാർക്കുന്ന കാനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കരുത്. എന്താ കാരണം? അതിന് കാരണമുണ്ട്. കാരണമെന്ന് ചോദിച്ചാൽ, കാനാന്യര് ദൈവവചനത്തിൽ അവർക്കുള്ള ശിക്ഷ എന്താണെന്ന്, അവർ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലുള്ളവരല്ലെന്നും അവർ പാപത്തിൽ മുഴുകി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടമാണെന്നും അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശികളല്ലെന്നും ദൈവം ആർക്കറിവ് കൊടുത്തിട്ടുണ്ട്? അബ്രഹാമിന് അറിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് എൻ്റെ മകന് ഭാര്യ എടുക്കരുതെന്ന് സത്യം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നാം ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ദൈവവചനം, ദൈവം കാലാകാലങ്ങളിലായി നമ്മോട് സംസാരിച്ച ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കെ ദൈവവചനപ്രകാരം നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അതാണ് അബ്രഹാം ചെയ്ത ആദ്യത്തെ കാര്യം. അബ്രഹാം പറയാണ്, എന്ത്? നീ ദൈവത്തിന് കൊള്ളാകുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, വീണ്ടും ജനിച്ച, രക്ഷയുടെ അനുഭവമുള്ള, ഹല്ലേലൂയ, നമുക്ക് കൊള്ളാകുന്ന ഒരു കന്യകയായിരിക്കണം നീ എടുക്കേണ്ടത്. അത് കാനാന്യരുടെ ഇടയിൽ നിന്ന് എടുക്കരുത്. രണ്ടാമത് അബ്രഹാം അവിടെ ഒരു കാര്യം പറഞ്ഞു. എവിടുന്ന് എടുക്കണമെന്ന് പറഞ്ഞു. ചിലർ ഇവിടുന്ന് എടുക്കരുതെന്ന് പറയും, എവിടുന്ന് എടുക്കണം എന്ന് പറയില്ല. കേൾക്കണം, ചില സ്ഥലത്ത് എടുക്കരുതെന്ന് പറഞ്ഞാൽ അവിടെ തീരില്ല, എവിടുന്ന് എടുക്കണമെന്ന് പറയും. അതായത് എന്താണ് പാപം എന്ന് ഒരിക്കൽ ഒരു ഹിന്ദിക്കാരനോട് ചോദിച്ചു. ഞാനതിന് പറഞ്ഞു, ദൈവം ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നതും ദൈവം ചെയ്യണം എന്ന് പറയുന്നത് ചെയ്യാതിരിക്കുന്നതും പാപമത്രേ. എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്നും പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ദൈവവചനം കേട്ട അബ്രഹാം നമുക്ക് ഉത്തമമായ ഉദാഹരണമാണ്. കാനാന്യരുടെ അടുത്തുനിന്ന് കന്യകയെ എടുക്കരുത്, മറിച്ച് എവിടെ നിന്ന് എടുക്കണം? ദൈവഭയമുള്ള, ദൈവത്തനുസരിക്കാൻ തീരുമാനമുള്ള സ്ഥലത്ത് നിന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ, ഇവിടെ പറയുകയാണ്, എന്റെ ദേശത്തും എന്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന്
ആ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ആ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യും. കണ്ടോ? ഹല്ലേലൂയ. എവിടെ നിന്ന് എടുക്കരുത്, എവിടെ നിന്ന് എടുക്കണം? ദൈവഭയമുള്ള, ദൈവത്തോടു കൂടി ചേർന്ന് നടക്കുന്ന, ദൈവ വഴി നടക്കാൻ ആഗ്രഹിക്കുന്ന, ഹല്ലേലൂയ, അവിടെ പറയുന്ന പദം റിലേറ്റീവ്സ് എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ആലോചിക്കുക, നമ്മുടെ രക്തബന്ധുക്കളെക്കാൾ നാം കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. യഥാർത്ഥ നമ്മുടെ നിലനിൽക്കുന്ന രക്തബന്ധം എന്ന് പറയുന്നത് അത് ഫിസിക്കലി നമ്മുടെ രക്തത്തിൽ വന്ന രക്തബന്ധത്തെക്കാൾ കർത്താവ് യേശുവിന്റെ രക്തത്തിലുള്ള ബന്ധങ്ങളാണ്. സത്യമാണോ? ഹല്ലേലൂയ. നിലനിൽക്കുന്ന രക്തബന്ധം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ബന്ധമാണ്. ഹല്ലേലൂയ. സുകുമാരൻ നായർ എന്ന് പറയുന്ന ഒരു കർത്താവിൽ പ്രിയപ്പെട്ടവനായ എൻ്റെ ഒരു സ്നേഹിതൻ മരിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം അറിയിച്ചിരുന്നു. ഹല്ലേലൂയ. അദ്ദേഹം സ്നാനമേൽക്കാനിടയായി. വലിയ പ്രതികൂലത്തിൻ്റെ മധ്യേ ഹല്ലേലൂയ മുന്നോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് കർത്തൃമേശ കൊടുക്കുവാനായിട്ട് ആ അന്നത്തെ ആരാധനയോഗത്തിൽ പങ്കെടുക്കുമ്പോൾ സുവിശേഷ വിരോധികൾ ഹല്ലേലൂയ മരത്താക്കരയുള്ള അന്നത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിന് ചുറ്റും വളയുകയും അന്ന് ദൈവം അനുവദിച്ചതുകൊണ്ട് ഹല്ലേലൂയ യാതൊരു വിധത്തിലുള്ള ഒരു പീഡനവും ഏൽക്കാതെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ടിടയായി. പിന്നീട് ആ സ്ഥലം വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അദ്ദേഹം പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മരിച്ചപ്പോൾ ഒരു വലിയ കൂട്ടം അദ്ദേഹത്തിൻ്റെ മരണ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അവിടെ വന്നു. കണ്ടമാനം ആൾക്കാർ വന്നു. അവരുടെ മധ്യേ ഹല്ലേലൂയ ഒരു അനുസ്മരണ പ്രസംഗം ദൈവവചനത്തിൽ നിന്ന് പറയുവാനായിട്ട് എന്നെ അനുവദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, സുകുമാരേട്ടനെ സ്നേഹിക്കുകയും സുകുമാരേട്ടനെ ബഹുമാനിക്കുകയും ചെയ്ത, ആത്മാർത്ഥമായി ബഹുമാനിക്കുന്ന അനേകർ ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. എന്നാൽ അദ്ദേഹം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു ക്രൈസ്തവ മാർഗത്തിലേക്ക് വന്നു. മതത്തിലേക്കല്ല, മാർഗത്തിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വിട്ട് ദൈവം ഒരുക്കി വെച്ച സ്ഥലത്തേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. ഇനി അദ്ദേഹം ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നാം കടന്നു പോകണമെങ്കിൽ രക്തബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുകയില്ല. അദ്ദേഹം സ്വീകരിച്ച കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അദ്ദേഹം സ്വീകരിച്ച കർത്താവായ യേശുവിൻ്റെ പാപത്തിന്റെ മോചനത്തിനായി ചിന്തപ്പെട്ട രക്തത്തിന്റെ ബന്ധത്തിൽ ഞാനും നിങ്ങളും വന്നാൽ മാത്രമേ അദ്ദേഹത്തെ നിത്യതയിൽ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ഞാൻ പറയുവാനിടയായി. ഒരു വലിയ നിശബ്ദത അവിടെ തളം കെട്ടി നിന്നു. അനേകരുടെ ഹൃദയത്തോട് ഇടപെടുവാനിടയായി എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അബ്രഹാം പറയുകയാണ്, തൻ്റെ ബന്ധുക്കളിൽ നിന്ന്, ചർച്ചക്കാരിൽ നിന്ന് തന്നെ എടുക്കണം ഹല്ലേലൂയ എന്ന് പറയുവാനായിട്ട് ഇടയായി. പിന്നത്തേതിൽ നാം നോക്കുമ്പോൾ ഹല്ലേലൂയ അവൻ്റെ ഭാര്യയായി ഹല്ലേലൂയ കിട്ടിയ കർത്താവ് വ്യക്തി ജീവിതത്തിന് തൻ്റെ അപ്പനോടോ തൻ്റെ അമ്മയോടോ തൻ്റെ സഹോദരങ്ങളോടോ ഉള്ളവരോടോ ഉള്ളതിനേക്കാൾ സ്നേഹവും ബഹുമാനവും ഹല്ലേലൂയ വിധേയത്വം ഉള്ളത് സ്വർഗത്തിലെ ദൈവത്തിനോടും ദൈവത്തിന്റെ പദ്ധതികളോടുമാണെന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ ചോദിക്കുന്നത് നമുക്ക് ബാലയോട് ചോദിക്കാം, നമുക്ക് റെബേക്കായോട് ചോദിക്കാം. ഹല്ലേലൂയ. അവൾ എന്ത് തീരുമാനിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അബ്രഹാം യഥാർത്ഥമായ ദൈവത്തിന്റെ ഒരു ഗൈഡൻസ് പ്രാപിച്ചു. അത് പ്രാപിച്ചത് ദൈവം അപ്പോൾ അവനോട് പറഞ്ഞത് കൊണ്ടല്ല, നേരത്തെ അവനോട് പറഞ്ഞത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, കാലാകാലങ്ങളിലായി നമ്മുടെ കൈകളിൽ ഹല്ലേലൂയ 66 പുസ്തകങ്ങളിലൂടെ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ഹല്ലേലൂയ ഒരു കോമയ്ക്കോ കുത്തിനോ മാറ്റമില്ലാത്ത ഈ ദൈവത്തിന്റെ വചനം, ഈ വചനപ്രകാരം ഈ വചനം അറിയുന്ന ഒരു വ്യക്തി ജീവിതത്തിന് ഹല്ലേലൂയ ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. പിന്നെയും അവിടെ നോക്കുമ്പോൾ ഈ എലിയാസർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ദാസൻ അവനോട് 5-ാം വാക്യം, സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സിലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കി കൊണ്ടുപോകണമോ എന്ന് ചോദിച്ചു. അബ്രഹാം അവനോട് പറഞ്ഞത് എന്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയാ ബി അവെയർ, സൂക്ഷിച്ചു കൊള്ളുക. പല കാര്യത്തിലും ബൈബിൾ സൂക്ഷിച്ചു കൊള്ളാൻ പറയുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്തെന്നറിയാമോ? ഈ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ ആ 10 കൽപ്പനകൾ കാണുന്നുണ്ട്. ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ
അതെന്ത് ചെയ്യുന്നുണ്ട്? അത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അവിടെ പ്രയോഗിക്കുന്ന ഒരു വാക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളണം. എന്ത്? തീയുടെ നടുവിൽ ഞാൻ നിനക്ക് പ്രത്യക്ഷനായ ദൈവമാണ്. അതുകൊണ്ട് ആണിന്റെയോ പെണ്ണിന്റെയോ സ്വർഗത്തിലുണ്ടെന്ന് നീ നിരൂപിക്കുന്നതിൻ്റെയോ നീ ഭാവനയിൽ കാണുന്നതിൻ്റെയോ ഭൂമിയിലുള്ളതിൻ്റെയോ ഇഴജന്തുക്കളുടെ ഒന്നിൻ്റെയും ഒരു രൂപമുണ്ടാക്കി, ഒരു വിഗ്രഹമുണ്ടാക്കി, ഒരു തിരുസ്വരൂപമുണ്ടാക്കി നീ അതിനെ വണങ്ങുക, അവിടെ ഉപയോഗിക്കുക. നീ അങ്ങനെ വഷളത്വം പ്രവർത്തിക്കരുത്. ഈ കൊറോണ വന്നു, പ്രയാസങ്ങൾ വന്നു, ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് ജനം തിരിയുമെന്ന് കരുതി. പക്ഷേ ഇവിടെ അമ്പുമായിട്ടും വില്ലുമായിട്ടും അതുപോലെ തന്നെ ആഘോഷങ്ങളുമായിട്ടും പടക്കം പൊട്ടിക്കലുമായിട്ടും ജീവനില്ലാത്തവയെ എഴുന്നള്ളിച്ചും പ്രദക്ഷിണം ചെയ്തു ജനം കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദുഃഖം പുറത്തേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ടെക്നോളജി വർദ്ധിച്ചു. മൊബൈൽ ഫോണിൽ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഹല്ലേലൂയ അനേക ഇപ്പോൾ തന്നെ ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ പോലും ഹല്ലേലൂയ അബ്രഹാം എത്ര ബുദ്ധിമാനായിരുന്നു, ദൈവ നിർദ്ദേശങ്ങൾ പാലിച്ചവനായിരുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അബ്രഹാം പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? അബ്രഹാം പറഞ്ഞു, അവള് വന്നില്ലെങ്കിൽ അവളുടെ നാട്ടിലേക്ക് വിടണമോ? അപ്പോൾ അബ്രഹാം പറയാ, ഒരിക്കലും പറ്റില്ല, നീ സൂക്ഷിച്ചു കൊള്ളണം. അവനെ തിരിച്ചുകൊണ്ട് കൊണ്ടുപോകാതിരിക്കാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. കാരണം വളരെ പ്രാക്ടിക്കൽ സജഷൻ ആര് ചോദിക്കുന്നത്? എലിയാസർ ചോദിക്കുന്നത്. കാരണം നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇന്നത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളല്ലേ. അതുപോലെ തന്നെ എലിയാസർ ചോദിച്ചിട്ടുള്ളൂ. വളരെ കൃത്യതയോടെ ചോദിച്ചു. അതിന് വളരെ കൃത്യതയോടെ, വളരെ വാണിങ്ങോടുകൂടി, അത് അവൾ വന്നില്ലെങ്കിലും ഹല്ലേലൂയ, അവൾ വന്നില്ലെങ്കിലും നീ അവളെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താ? ഒരു പാഠമുണ്ട്. അതായത് ദൈവവചനം നാം വായിക്കണം, ദൈവവചനം ഹൃദ്യസ്ഥമാക്കണം, ദൈവവചനത്തിൽ പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാക്കണം. അങ്ങനെ ആക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്തെല്ലാം സൂക്ഷിക്കണം എന്നൊക്കെയും അബ്രഹാമിന് മനസ്സിലായതുപോലെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവവചനം വായിക്കുന്നതിലും ഹൃദ്യസ്ഥമാക്കുന്നതിലും നാം തയ്യാറാകുന്നുവെങ്കിൽ നമുക്ക് തെറ്റുപറ്റുകയില്ല. കർത്താവ് പറഞ്ഞു, ദൈവവചനത്തെയും ഹല്ലേലൂയ അതിൻ്റെ ശക്തിയെയും തിരിച്ചറിയായ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, തെറ്റുപറ്റിപ്പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം കൃത്യതയോടുകൂടി പറയുക. അതായത് ഇവിടെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, സ്ത്രീക്ക് എന്നോടുകൂടി ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കി കൊണ്ടുപോകണമോ എന്ന് ചോദിച്ചു. അബ്രഹാം അവനോട് പറഞ്ഞത്, എൻ്റെ മകനെ അവിടേക്ക് മടക്കി പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. എന്തുകൊണ്ടത് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറയാൻ കാരണം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. അബ്രഹാമിനെ സംബന്ധിച്ചോളം ദൈവത്തിന് എന്തുണ്ട്? ഒരു ഹിതമുണ്ട്. ആ ഹിതം എന്ന് പറയുന്നത് എന്താ? ഒരു കാനാൻ ദേശത്തിലേക്ക് അവനെ കൊണ്ടുപോകും, ശരിയല്ലേ? അവനെ വഴി നടത്തും. അവനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ദൈവം അവനെ വഴി നടത്തുമ്പോൾ ആ അനുഗ്രഹിക്കുന്ന സ്ഥലത്ത് നിന്ന് അവൻ പോയാലോ ആ ദൈവത്തിന് പുറത്തേക്ക് പോകല്ലേ? അതുകൊണ്ടാണ് വരാൻ മനസ്സില്ലായ്ക വന്ന്, കേൾക്കണേ, അവൾക്ക് വരാൻ മനസ്സില്ലാതെ വന്ന് അവളുടെ നാട്ടിലേക്ക് ഇസ്ഹാക്കിനെ കൊണ്ടുപോയാൽ എന്ന ചോദ്യത്തിന് തൻ്റെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ വാക്തത്വം ആ സ്ഥലത്താകൊണ്ട് അവിടെ വിട്ടുപോകാൻ ഞാൻ തയ്യാറല്ല, എൻ്റെ മകനും തയ്യാറല്ല, അതിന് നിർബന്ധിക്കരുത്, അത് ആ കാര്യം സൂക്ഷിച്ചു കൊള്ളണം. ചില ബ്രോക്കർമാരൊക്കെ ഉണ്ട്, കല്യാണം നടക്കാൻ വേണ്ടി എന്തോരം നുണ പറയും, ശരിയല്ലേ? ചിലർ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകും, ഇങ്ങോട്ട് കൊണ്ടുപോകും, അപ്പുറത്തേക്ക് പോയി ഇപ്പുറത്തേക്ക് പോകുന്നൊക്കെ പറയും. ഹല്ലേലൂയ. പലവിധ പ്രശ്നങ്ങൾ പിന്നീട് അറിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കാനഡയിലും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും
ഹല്ലേലൂയ കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ കടന്നുപോയ പലരും അവിടെ ചെല്ലുമ്പോൾ കല്യാണം കഴിച്ചു പോയ പെൺകുട്ടി മറ്റു ചിലരുടെ കൂടെ താമസിക്കുകയാണെന്ന് അറിയുന്ന ദുര്യോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം, ഒരുവന് ദൈവത്തിൻ്റെ ഗൈഡൻസ് കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് മാറില്ല എന്ന് അവൻ ദൃഢപ്രതിജ്ഞ ചെയ്യണം. ഉദാഹരണം, ദൈവമേ ഒരു കല്യാണാലോചന വന്നു, ഒരു ജോലിയുടെ ആലോചന വന്നു, ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സ്ഥലം മേടിക്കേണ്ട കാര്യം വന്നു, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നു. നാം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ ഇഷ്ടമല്ലെങ്കിൽ അത് എന്നെ വിട്ട് പോകണം, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹം എന്താണെങ്കിലും ദൈവത്തിന് അതിന് സുപ്രീമസി കൊടുത്താൽ ദൈവം നമ്മുടെ കാര്യങ്ങളെ പാതയെ എന്ത് ചെയ്യും? നേരെയാക്കും. ഒരു മനുഷ്യന് തൻ്റെ വഴികൾ ചൊവ്വുള്ളതായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ അവസാനം മരണവഴികൾ എന്ന് സദൃശ്യവാക്യത്തിൽ പറഞ്ഞതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വഴിയാണ് തികവുള്ളത്, ദൈവത്തിൻ്റെ വചനമാണ് തികവുള്ളത്. തികവുള്ള വഴി കണ്ടുപിടിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം, സമർപ്പണമുള്ളവരായിരിക്കണം. ഞാനും നിങ്ങളും സമർപ്പണമുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ ഹിതം തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുവാനായിട്ടിടയും. ഹല്ലേലൂയ. തെളിഞ്ഞ് ഇപ്പോൾ നമ്മൾ അകലേന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഒരു പൊട്ടുപോലെ തോന്നുള്ളൂ, പക്ഷെ അടുത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് കൂടുതൽ തെളിഞ്ഞ് വരുവാനായിട്ട്. അകലേന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ പ്രവാചകൻ നോക്കിയപ്പോൾ ഒരു കൈപ്പത്തി പോലെ കണ്ടുള്ളൂ മേഘത്തെ, എന്നാൽ അടുത്തേക്ക് വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു സംഭവിച്ചത്. ഇതുപോലെ ദൈവത്തെക്കുറിച്ച് ചിന്തയുള്ള ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അവൻ സമർപ്പണമുള്ളതാണെങ്കിൽ അവൻ ദൈവത്തോട് അടുത്തടുത്ത് വരും. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തെളിമയോടെ കൊണ്ടുവരും എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. കാരണം സദൃശവാക്യം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്. അതൊരിക്കൽ കൂടി ഒന്ന് വായിക്കാം. സദൃശവാക്യം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഇവിടെ പറയുകയാണ്, ഇവിടെ രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിൽ കിടക്കുന്നുണ്ട്. ഒന്ന്, നിന്റെ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യണം? അവനെ നനച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ട്രസ്റ്റ് ഹിം. ഹല്ലേലൂയ. നാം നനച്ചുകൊള്ളണം. ഹല്ലേലൂയ. ഇവിടെ വളരെ പ്രത്യേകതയുള്ള കാര്യം, ഈ പുസ്തകത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും എന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്റെ ദൂതനയക്കും. അടുത്ത വാക്യം കൂടി വായിച്ചു. മതി 7 വരെ. അവിടെ ഒരു കാര്യം അബ്രഹാം പറയുകയാണ്. അബ്രഹാം അവനോട് പറഞ്ഞു, എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടുവരാൻ, എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിലെ ദൈവമായ യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അബ്രഹാം അവിടെ പറഞ്ഞു? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അബ്രഹാം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തിൽ നിന്നും എന്നെ കൊണ്ടുവന്നവനായൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വിശ്വാസ പ്രമാണമാണ് അവിടെ അബ്രഹാം പറയുന്നത്. ഒരു വിശ്വാസ പ്രമാണം. എന്നെ എൻ്റെ ജന്മദേശത്തു നിന്നും എൻ്റെ പിതൃഭവനത്തിൽ നിന്നും എന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ഉണ്മയുള്ള ഒരു സത്യവാനായ ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2, എന്നിട്ട് പറയാ, സന്തതിക്ക് ഞാൻ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകനെ നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി ഒരു ദൂതനായിരിക്കും. അവിടെ 2 കാര്യങ്ങളാണ് ആന്റണി ബ്രദർ വായിച്ചത്. അവിടെ ഇങ്ങനെയോ കാണുന്നത്, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനും. അവിടെ ഒരു പ്രോമിസാ പറയുന്നത്, അല്ലേ?
ദൈവം ഒരു സത്യം ചെയ്തു. എന്ത് സത്യം ചെയ്തു? ദേശം കൊടുക്കുന്നു, ഇല്ലേ? അപ്പോൾ രണ്ടാമത്തെ വിശ്വാസ പ്രമാണം, ദൈവം എന്നെ കൊണ്ടുവന്നു, ദേശം കൊടുക്കുമെന്ന് സത്യം ചെയ്തു. അതുകൊണ്ട് അവിടുന്ന് പോകരുതെന്ന് നിർബന്ധം പറയാൻ കാരണം ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ട്രസ്റ്റാണ് ഈ പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ വചനത്തെ അബ്രഹാം വിശ്വസിക്കുന്നു, അതിനുവേണ്ടി ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കുന്നു. മൂന്നാമതായിട്ട് അതിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും ചെയ്യുന്നു. ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തെ ആശ്രയിക്കും, ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവൻ എന്ന് ദൈവജനത്തിനൊരു ഭാഗമുണ്ട്. അവന് വേണ്ടി ദൈവം പ്രവർത്തിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവന് വേണ്ടി ദൈവം മാർഗനിർദ്ദേശം കൊടുക്കും. ഇവിടെ പറയാണ്, ഞാൻ ദേശം കൊടുക്കുന്നത് സത്യം ചെയ്തവനുമായ സ്വർഗത്തിലെ ദൈവമായ യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും. അവിടെ ഒരു കാര്യം ആര് പറയുകയാണ്? അബ്രഹാം പറയാ, അതായത് എന്നെ കൊണ്ടുവന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, അവൻ പറഞ്ഞ വാഗ്ദാനങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി പറയാണ്, എൻ്റെ മകന്, ഞാൻ ദൈവഹിതമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്, ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണേ. ആ ദൈവഹിതം നിറവേറ്റാനായിട്ട് ദൈവം എന്ത് ചെയ്തോളും? നീ ഒരു യാത്ര ചെയ്യാൻ പോകുകയാണ്. എത്ര കിലോമീറ്ററുള്ള യാത്ര നിങ്ങൾക്കറിയാമോ? വേദപണ്ഡിതന്മാർ പറയുന്നത് അബ്രഹാം ആയിരുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 500 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ബാംഗ്ലൂർക്കോ ചെന്നൈയിലേക്കോ പോകുന്ന ദൂരം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ അത്ര ദൂരമുള്ളൂ. കാരണം എന്താ? ഒരു ഫ്ലൈറ്റിൽ പോയി 20 മിനിറ്റ് മതി കേട്ടോ. എവിടെ എത്താനായിട്ട്? ചെന്നൈയിലെത്താനോ അല്ലെങ്കിൽ ബാംഗ്ലൂർ എത്താനോ 25 മിനിറ്റൊക്കെ സമയം മതി. അത് ഓർക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഇനി വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഉള്ള ബാംഗ്ലൂർ ബസ്സിൽ പോയാൽ 7 മണിക്കൂർ കൊണ്ട് എത്താം. നമ്മൾ സ്വന്തമായി വണ്ടി പോയാൽ 6 മണിക്കൂർ കൊണ്ട് എത്താം. അതൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ അടുത്തായിട്ട് തോന്നും. ആ കാലഘട്ടത്തിൽ ഈ 500 കിലോമീറ്റർ അവിടേക്ക് എത്തണമെങ്കിൽ എത്ര സമയം വേണം? അവരുടെ ഒട്ടകത്തിലും അവരുടേതായ ആടുമാടുകളിലും അല്ലെങ്കിൽ സാധന സാമഗ്രികളുമായിട്ടൊക്കെ ഇവർ കടന്നു പോകുമ്പോൾ എത്ര ദിവസത്തെ, എത്ര മാസത്തെ യാത്ര വേണ്ടി വന്നു നിങ്ങൾ ആലോചിക്കണം. ചില്ലറ കാര്യമാണോ അത്? അത്ര വലിയൊരു യാത്രയ്ക്ക് പോകുമ്പോൾ അബ്രഹാം പറയാ, എന്ത് ചെയ്യും? നിനക്ക് മുമ്പായി ദൂതനെ അയക്കും. പ്രൈസ് ദി ലോർഡ്. അത് അവന്റെ ആശ്രയത്തെ കാണിക്കുക. ശരിയാണോ? അപ്പോ ദൈവത്തിന് മാർഗനിർദ്ദേശം ലഭിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ദൈവവചനത്തിലുള്ള വിശ്വാസം വേണം. ദൈവവചനം അറിഞ്ഞിരിക്കണം, ഹൃദയത്തിൽ അറിഞ്ഞിരിക്കണം. കേവലം അറിഞ്ഞാൽ പോരാ, അത് ജീവിതത്തിൽ കൊണ്ടുവരുവാനും ഉള്ള ആഗ്രഹം ഉണ്ടാവണം. അതിനുവേണ്ടി ഒരു സമർപ്പണം ഉണ്ടാകണം. അതുപോലെ ദൈവത്തെ ആശ്രയിക്കണം. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ എന്താണ് ഇവിടെ നടന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 9ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, അപ്പോൾ ദാസൻ തന്റെ യജമാനെ അബ്രഹാമിന്റെ ഉടയങ്കയിൽ കൈവച്ച് അങ്ങനെ അവരോട് സത്യം. അപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ അബ്രഹാം പോണുണ്ടോ? പോണില്ല. ആരാ പോകുന്നത്? എലിയാസറാണ്. അതുകൊണ്ട് എലിയാസറിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു? സത്യം ചെയ്യിപ്പിച്ചു. ഇന്ന് പാസ്റ്റർമാരുടെ മക്കള്, വിശ്വാസികളുടെ മക്കളെയൊക്കെ വിദേശത്തേക്ക് അയക്കുമ്പോൾ, കാനഡയിലേക്കും ഇംഗ്ലണ്ടിലേക്കും അയർലൻഡിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ അയക്കുമ്പോൾ, മോനെ അവിടെ ചെന്നിട്ട് തെറ്റുവഴിയിൽ പോകരുത് കേട്ടോ എന്നൊക്കെ പറയുമെങ്കിലും അവിടെ ചെന്നിട്ട് അവരെല്ലാം മറന്ന് അവർക്ക് തന്നിഷ്ടം പോലെ തനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഹല്ലേലൂയ. അതിനൊക്കെ ന്യായീകരണം പറയുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഇവിടെ അബ്രഹാമിന് വേറെ നിവൃത്തിയില്ല. അബ്രഹാം എലിയാസറിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു? സത്യം ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞുള്ള വാക്യമാണ് മാർഗനിർദ്ദേശം ലഭിക്കേണ്ട അടുത്ത കാര്യം. തന്റെ യജമാനന്റെ ഒട്ടകങ്ങളിൽ 10 ഒട്ടകങ്ങളെയും യജമാനന്റെ ദൈവമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസൊപ്പൊത്താമിയ നാഹോരിന്റെ പട്ടണത്തിൽ ചെന്നു. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിലേക്ക് നിറഞ്ഞു. എന്തെന്നാൽ എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവ എന്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിച്ചു തരണമേ. മതി. ഹല്ലേലൂയ. അടുത്തതായ കാര്യമാണ് ഇവിടെ കിടക്കുന്നത്. അതായത്
ഇവിടെ സത്യം ചെയ്ത ഒരാളെ പറഞ്ഞയക്കുക. ഇനി മാർഗനിർദ്ദേശം എങ്ങനെ ലഭിക്കും? 500 കിലോമീറ്റർ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നത്തെ വാക്യത്തിലാണ് ഇത് കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 വാക്യങ്ങളുടെ മധ്യേ എത്ര ദിവസം ഉണ്ടാവാം പറയാൻ പറ്റോ? ആ കാലഘട്ടത്തിൽ വണ്ടിയില്ലാത്ത ഒട്ടകങ്ങൾ മാത്രം, ഒട്ടകത്തിന് എത്ര സ്പീഡിൽ ഓടിക്കാൻ പറ്റും? ഞാൻ കണ്ടിട്ടുണ്ട്, ചില വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ഈ ഒട്ടകത്തിനെ കൊല്ലുന്നത്, ഒട്ടകത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒരു വാളുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് രക്തം, എൻ്റെ ദൈവമേ ഞാൻ കണ്ടിട്ടില്ല, ഒരു 10-20 ലിറ്റർ കണ്ടത് രക്തം കൊണ്ട് വിടും. അത് അപ്പോഴാണ് സ്പീഡിൽ ഓടുന്നത് കാണുന്നത്. ബാക്കി എല്ലാ സമയത്തും പതുക്കെ നടന്നു പോകുന്ന ഒരാളാണ് ഈ ക്യാമൽ എന്ന് പറയുന്നത്. മരുഭൂമിയിലെ ഒരു വാഹനമാണ്, സമ്മതിച്ചു. ഹല്ലേലൂയ. അങ്ങനെ അനേക ഒട്ടകങ്ങൾ കൊണ്ടാണ് ആര് പോയത്? ഈ എലിയാസർ പോയത്. അപ്പോൾ ഈ ഒട്ടകത്തെ കൊണ്ട് പോകണമെങ്കിൽ 500 കിലോമീറ്റർ എത്ര സമയം കൊണ്ട് എത്തും? അപ്പോൾ ആ വാക്യങ്ങൾക്കിടയിൽ കുറേ വർഷങ്ങളുടെ പഴക്കമുണ്ട്, കുറേ വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, നിങ്ങൾക്കും ഉറപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം. ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സ്വരൂപിച്ച, ദൈവത്തോട് കമ്മിറ്റഡായ, സമർപ്പണമുള്ള, ദൈവത്തെ തന്നെ ആശ്രയിച്ച അബ്രഹാം ഇദ്ദേഹം ഇറങ്ങി പുറപ്പെടുമ്പോൾ മുതൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സത്യമല്ല? നിശ്ചയമായിട്ടും. ഇനി അബ്രഹാമിൻ്റെ സകല കാര്യങ്ങളിലും ഒരു കാര്യക്കാരനായിരിക്കുന്ന ഈ എലിയാസർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമോ? അതാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഇവിടെ വായിച്ചത്, ടോമി വായിച്ചത് ഇങ്ങനെയാണ്: ഹല്ലേലൂയ, എൻ്റെ അവരെത്തിയത് വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിലേക്ക് നിർത്തി പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ച് തരയണമേ. ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങളിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയും, ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു, ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു, നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിക്കുവാൻ തരണം എന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കുക, നിന്റെ ഒട്ടകങ്ങൾ കൂടി പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസ്ഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ, നീ എൻ്റെ യജമാനോട് കൃപ ചെയ്ത് എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും. ഇവിടെ തൻ്റെ വിശ്വസ്തനായ ദാസനായ എലിയാസറിലേക്ക് പകരപ്പെട്ടതായിരിക്കുന്ന അബ്രഹാമിന് ലഭിച്ചതായിരിക്കുന്ന ദൈവകൃപ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്ന വിധമാണ് കാണുന്നത്. എലിയാസറും പ്രാർത്ഥിക്കുകയും, ഏത് പട്ടണം കുറച്ച് ദൂരെയാണ്, മിക്കവാറും ആ ദേശത്തിലെ പണക്കാരെവിടെയായിരിക്കും താമസിക്കുന്നത്? പട്ടണത്തിലായിരിക്കും. എന്നാൽ അവർ വെള്ളം കോരുവാൻ വരുന്ന കിണറിൻ്റെ അടുത്ത്, ഹല്ലേലൂയ, അല്ലെങ്കിൽ തനിക്കറിയാത്തൊരു സ്ഥലത്ത് ഒരു കിണറിൻ്റെ അടുത്ത് വന്നപ്പോൾ, ആ തനിക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ പോലും, ഹല്ലേലൂയ, ആ സാഹചര്യത്തിൻ്റെ മധ്യേ നിന്നുകൊണ്ട്, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ആര് സാഹചര്യങ്ങൾ ഒരുക്കും, ഹല്ലേലൂയ, എന്ന് നനച്ചിരിക്കാത്ത, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് സ്ത്രീകൾ പരസ്പരം കർത്താവിൻ്റെ ആ ശരീരത്തിൽ പുരട്ടുവാനായിട്ട് സുഗന്ധദ്രവ്യങ്ങളുമായി പോയവരെ പോലെ അല്ല ആര് പ്രാർത്ഥിക്കുന്നത്? എലിയാസർ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എലിയാസർ പ്രാർത്ഥിക്കുന്നത്, ഹല്ലേലൂയ, ആ മഗ്ദലനക്കാരത്തി മറിയവും മറ്റേ മറിയവും കൂടി ഇരുട്ടുള്ള സമയത്ത് കർത്താവിന് കല്ലറയ്ക്ക് പോയി, ഹല്ലേലൂയ, സംശയദൃഷ്ടിയോടുകൂടി ബലഹീനതയിൽ ഉച്ചി നിൽക്കുന്ന വാക്കുകൾ പറയുന്നത് പോലെയല്ല, മറിച്ച് വിശ്വാസത്തോടുകൂടെ ഉള്ളൊരു പ്രാർത്ഥനയാണ് ആര് നടത്തുന്നത്? എലിയാസർ നടത്തുന്നത്. എലിയാസർ പറയുകയാണ്, എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കാണുന്ന ഒരു കിണറാണ്, ഹല്ലേലൂയ, ഈ കിണറിലേക്ക് ഈ ദേശത്തിലെ കന്യകമാർ വരുമ്പോൾ, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അതിനു വേണ്ടി ഒരു ഉത്തരം നൽകുന്ന മകളായിരിക്കട്ടെ, 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 എൻ്റെ യജമാനന്റെ, കർത്താവ് വിളിച്ചു വേർതിരിച്ച, കർത്താവ് ആശ്രയിക്കുന്ന, കർത്താവിന്റെ വചനത്തിനും കർത്താവിന്റെ ഹിതത്തിനും കോംപ്രമൈസ് ചെയ്യാത്ത എൻ്റെ യജമാനന്റെ മകന് വേണ്ടിയുള്ള ഭാര്യയെന്ന് ഞാൻ അതിനാൽ അറിയും. എത്ര കോൺഫിഡന്റ് ആയൊരു പ്രാർത്ഥന, എത്ര പ്രാഗൽഭ്യമുള്ള പ്രാർത്ഥന, എത്ര ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാർഗനിർദ്ദേശം ലഭിക്കാനുള്ള 4ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഹല്ലേലൂയ. അത് മറ്റൊന്നുമല്ല, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക്, പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു വ്യക്തിക്ക്, ദൈവവുമായി ആത്മബന്ധമുള്ള ഒരു മനുഷ്യന് മാർഗനിർദ്ദേശം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ മത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അറിയുന്ന കടത്തിലേക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വലുതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഡബിൾ മൈൻഡഡ് ആയ, പകുതി വിശ്വാസവും പകുതി വിശ്വാസക്കുറവുമുള്ള വ്യക്തികൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൽ നിന്ന് വലിയ കാര്യമായി കിട്ടില്ല എന്നാണ് ഇവിടെ വായിച്ചതിൻ്റെ അർത്ഥം. എന്നാൽ സംശയിക്കാതെ വേണം ചോദിക്കണം എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ഇന്ന് ഇംഗ്ലീഷ് ആരാധനയിൽ ഷാജി പത്രോസ് ബ്രദർ കാലേബിനെ കുറിച്ച് അതിശക്തമായൊരു സന്ദേശം പറയുവാനിടയിൽ അദ്ദേഹം പറയുകയാണ്, കാലേബ് തന്റെ 85-ാമത്തെ വയസ്സിലും ഹല്ലേലൂയ താൻ ജോഷിയുടെ അടുത്ത് ചെന്ന് ഒരു മല ചോദിക്കുവാനിടയാണ്. ആ മലയിൽ ആ ദേശത്തുള്ള ഏറ്റവും വലിയ അനാഖ്യ മല്ലന്മാരുണ്ടായിരുന്നു. അദ്ദേഹം ആ മെസ്സേജ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം പറയുക, അതായത് ഈ 85-ാമത്തെ വയസ്സിൽ കാലേബ് ഒരു കയ്യിൽ വാളും മറ്റൊരു കയ്യിൽ തൻ്റെ അവകാശവുമായിട്ടാണ് കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, തനിക്ക് നേരിടേണ്ടി വരുന്ന 2 തരത്തിലുള്ള ശത്രുക്കളുണ്ട്. ഒന്ന് അനാഖ്യ മല്ലന്മാർ എന്ന് പറഞ്ഞാൽ ജയൻസ്, രാക്ഷസ രൂപമുള്ള, നമ്മെ കൊന്നൊടുക്കുവാൻ ശക്തിയുള്ള, മനുഷ്യനുമായി കമ്പയർ ചെയ്താൽ നമ്മെ പോരാടി നശിപ്പിക്കാൻ കഴിവുള്ളവർ. എന്നാൽ അതിൻ്റെ കൂടെ അദ്ദേഹം പറയുകയാണ്, നോട്ട് ഓൺലി ജയൻസ് ബട്ട് ഗ്രാസ് ഹോപ്പേഴ്സ് ഓൾസോ ദർ എന്ന് പറഞ്ഞ പുൽച്ചാടികളുമുണ്ട്. ഒരു രാക്ഷസനും പുൽച്ചാടിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ഒരു പുൽച്ചാടി വേണമെങ്കിൽ ഒരു ചവിട്ടി തോൽപ്പിക്കാൻ പറ്റും, ശരിയല്ലേ? ഹല്ലേലൂയ. അദ്ദേഹം പറയുകയാണ് 12 പേരെ എന്തിനു വിട്ടു? മോശ വാഗ്ദത്ത ദേശം ഉറ്റുനോക്കുവാനായിട്ട് വിട്ടു. അതിൽ 10 പേരെ എന്താ പറഞ്ഞത്? അവിടെയുള്ളവർ രാക്ഷസന്മാരാണ്, ഭയങ്കര ഉഗ്രരൂപികളാണ്. അവിടെ ഒരു മുന്തിരിയുടെ കൊല 2 പേര് ചോന കൊണ്ടുപോകുന്നത്, ചുമന്നു കൊണ്ടുപോകുന്നു. അത്രയും വലിയുള്ള പഴങ്ങളും ധാന്യങ്ങളും ഉള്ള സ്ഥലമാണ്. അയ്യോ, ഞങ്ങൾക്ക് കണ്ടിട്ട് പേടി തോന്നുന്നു, നമ്മളവിടെ ചെന്ന് അവരുടെ കൈകളിൽ പിടിച്ച് ചത്തുപോകും, അതുകൊണ്ട് നമുക്ക് പോണ്ട, യുദ്ധം ചെയ്യേണ്ട, നമ്മളൊക്കെ കൂടി അവിടെ ചെന്ന് കൊല ചെയ്യപ്പെടാനാണ് പോകേണ്ടതെന്ന് ചോദിച്ച് അവർ വലിയ കലഹമുണ്ടാക്കി. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ കേവലം 2 പേര് മാത്രമാണ് എന്തു പറഞ്ഞുള്ളൂ? ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് എന്തു പറഞ്ഞുള്ളൂ? നമുക്കത് കീഴടക്കാം, നമുക്കത് കർത്താവ് കാണിച്ചെന്ന വാഗ്ദത്തം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ് 2 പേരാണ്. അത് ഒന്ന് ജോഷിയും ഒന്ന് കാലേബുമായിരുന്നു. അപ്പോൾ ഈ 10 പേരെ ഈ പുൽച്ചാടികളായിട്ട് പറയാം. പുൽച്ചാടിയുടെ പ്രത്യേകത എന്താ? നമ്മൾ അതിനടുത്ത് ചെന്ന് അതിനൊന്ന് തൊടാൻ നോക്കി എന്ത് ചെയ്യും? ഒറ്റച്ചാട്ടം ചാടും. ഇനി അവിടെ ചെന്ന് അതിനൊന്ന് മരിക്കാൻ നോക്കിയാലോ? അത് ഒറ്റച്ചാട്ടം ചാടും. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന പ്രകൃതമുള്ള പുൽച്ചാടികളെ പോലെയുള്ള വിശ്വാസികൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൽ ഒന്നും പ്രാപിക്കുകയില്ല, ദൈവത്തിന്റെ മാർഗനിർദ്ദേശം കിട്ടുകയില്ല. അവൻ പലപ്പോഴും അവരുടെ ചില തീരുമാനങ്ങൾ ഈ പിശാചിന്റെ വായുടെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പോലെയായിരിക്കും. ഹല്ലേലൂയ. തുടക്കത്തിലെ അവസാനം അറിയുന്ന, സകലത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തോട് പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമെന്നാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. 4ാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥന ഒരു മനുഷ്യന്റെ മാർഗനിർദ്ദേശത്തിനായി നല്ലതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇന്ന് ഉപസംഹരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വന്തമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. മതി. നാം പലപ്പോഴും വായിച്ചതായിരിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണിത്, അല്ലേ?
അതായത് കർത്താവായ യേശു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനായി തൻ്റെ ശിഷ്യരുടെ അടുത്തേക്ക്, തന്നെ വിശ്വസിക്കുന്നവരുടെ അടുത്തേക്ക് കടന്നു വരുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. ഒന്നുകൂടി ഇനി ശ്രദ്ധയോടുകൂടി ആ വാക്യം ഒന്ന് വായിച്ചേ. സത്യത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് വരുമ്പോഴോ ഒരു മിനിറ്റ്, സത്യത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന അവിടെ പറയുന്നത് എന്താ? അവൻ നിങ്ങളെ സകല സത്യത്തിലും എന്ന് പറഞ്ഞാൽ സകലം സത്യത്തിൽ വഴി നടത്തുമെന്നാണോ പറഞ്ഞേക്കുന്നത്? അതായത് എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും ദൈവത്തിന്റെ പൂർണ്ണമായ ഹിതത്തിൽ വഴി നടത്താൻ പ്രാപ്തനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയത്. സകല സത്യത്തിലും വഴി നടത്തും. ഇനി അവൻ സ്വന്തമായി സംസാരിക്കാതെ ശ്രദ്ധിക്കണം, ഇവിടെ വളരെ പ്രത്യേകത. ഞാനിങ്ങനെ വിചാരിച്ചു, പരിശുദ്ധാത്മാവിന് ഒട്ടും ഒരു എന്തില്ലേ, സ്വയം പര്യാപ്തതയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവിന് ഈ പരിശുദ്ധാത്മാവ് പറഞ്ഞനുസരിക്കുന്ന ഒരു ആത്മാവ് മാത്രമാണ്. അല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ഇച്ഛാശക്തിയെ കേവല ശക്തിയാണെന്ന് വിശ്വസിക്കുന്ന വിഭാഗങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ആ ദൈവമാണെന്നും പരിശുദ്ധാത്മാവിന് സ്വന്തം ഇച്ഛപ്രകാരം പ്രവർത്തിക്കാൻ കഴിയുമെന്നും താൻ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാണെന്നും തൻ്റെ കഴിവുകളെയും കുറിച്ച് ദൈവവചനം സൂക്ഷ്മമായി പരിശോധിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ദാനങ്ങളെ പകുത്തു കൊടുക്കുന്നു എന്ന് അറിയാൻ കഴിയും. പരിശുദ്ധാത്മാവാണ് നമ്മളിൽ ഫലങ്ങൾ ഉളവാക്കാൻ ഇടയാക്കുന്നതെന്ന് അറിയാൻ കഴിയും. പരിശുദ്ധാത്മാവിന് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുന്നു അത്രമാത്രം ഫലങ്ങൾ പുറപ്പെട്ടു വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് വന്നാൽ ഒത്തിരി കൃപാവരങ്ങൾ നമ്മളിൽ പ്രത്യക്ഷമാകുമെന്നറിയാം. നമ്മുടെ ബലഹീനതയെ തുണ നിൽക്കുന്നു നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു ശക്തിയില്ലാത്ത ആത്മാവല്ല, ശക്തിയുടെ ആത്മാവാണ്. അതൊരു വീരത്വത്തിന്റെ ആത്മാവല്ല, അത് ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവാണ്. ദൈവത്തിനും പറയുന്നത് ഞാൻ പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന കാര്യം ഒരു പ്രത്യേക അർത്ഥത്തിൽ ഞാൻ പറയുന്നത്. വായിക്കണേ. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കും, വരുവാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും ദൈവത്തിന് ഹിതമുണ്ട്, പ്ലാൻ ഉണ്ട്. അത് നമ്മളെ നശിപ്പിക്കാനുള്ളതല്ല, നമ്മെ പടുത്തുയർത്താനുള്ളതാണെന്ന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അനേക വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അനേക ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അത് പറയുന്ന ജെറമിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സത്യ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് വായിക്കാം, ഒരു വാക്യം വായിക്കാം. ഹല്ലേലൂയ. ജെറമിയ പുസ്തകം 29-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് എടുത്ത് വായിച്ചേ. 29:13 29:13 എടുത്ത് വായിച്ചേ. ജെറമിയ 29:13. ജെറമിയാവ് 29:13 ഒന്ന് വായിക്കണം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? കണ്ടോ? നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടതു. അപ്പോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്താ ഉത്തരം കിട്ടാത്തത്? അവിടെയാണ് വിഷയം. ഞാൻ കുറെ പ്രാർത്ഥിച്ചു, നടന്നില്ല, നിരാശനായി. എന്നാ ഇവിടെ പറയുന്നത് എന്താ? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതെന്താ? നമ്മുടെ ഹൃദയത്തില് പൂർണ്ണമായി ദൈവഹിതം നടത്താനുള്ള മനസ്സുണ്ടാവണമെന്ന്. ഹല്ലേലൂയ. ഇന്ന് ഇംഗ്ലീഷ് ആരാധനയിൽ കർത്താവദാസൻ ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞു. ഈ ആരെ കുറിച്ച് പറഞ്ഞു? നെപ്പോളിയനെ കുറിച്ചാണോ പറഞ്ഞത്? ഈ നെപ്പോളിയൻ അതോ അലക്സാണ്ടറെ കുറിച്ചോ? ഈ നെപ്പോളിയനെ കുറിച്ച് പറഞ്ഞു. നെപ്പോളിയന്റെ ഒരു പ്രത്യേകത, നെപ്പോളിയന്റെ കൂടെയുള്ള സൈനികർക്ക് നെപ്പോളിയനെ ഭയങ്കരമായി എന്തായിരുന്നു? ബഹുമാനമായിരുന്നു. അതുകൊണ്ട് ഈ മുറിവൊക്കെ ഏറ്റ് കിടക്കുന്ന ആളായാലും നെപ്പോളിയൻ ആ വഴിക്ക് പോകുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും ചാടി എന്നിട്ട് സല്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അത്രമാത്രം ഒരു ബഹുമാനമായിരുന്നു. ഒരിക്കൽ ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഒരു വെടിയുണ്ട ഏറ്റോ ഒരു മുറിവേറ്റ് ഒരാൾ കിടക്കുക. അപ്പോൾ അവിടെ തന്നെയാണ് ആ ചികിത്സിക്കുന്ന ഡോക്ടർ ചെന്നിട്ട് ആളുടെ ദേഹത്തിൻ്റെ ഉള്ളിൽ കയറിയ ഒരു വെടിയുണ്ട അതിൽ നിന്ന് എടുക്കാനായിട്ട്
അദ്ദേഹം കത്തി ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ ഭയങ്കരമായി വേദന കൊണ്ട് എന്ത് ചെയ്യാണ്, പുളയുകയാണ്. എങ്കിലും അദ്ദേഹം ആ ഡോക്ടറോട് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? അയ്യോ, നിങ്ങൾ കൂടുതൽ കൂടുതൽ കുത്തി അത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ കുറേ കൂടി ആഴത്തിൽ കുത്തിയാൽ അതിനുള്ളിൽ ഒരു എംപററിനെ കാണും, നെപ്പോളിയനെ കാണാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുന്ന ആ സൈനികന്റെ ഉള്ളിൽ ആരുണ്ട്? ഹൃദയത്തിൽ ആരുണ്ട്? നെപ്പോളിയനുണ്ട്. ഇവിടെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവന്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് അവിടെ അത് പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം കൂടി വായിക്കാം. ഹല്ലേലൂയ. അത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണ്, 8-ാം അധ്യായം 19-ാമത്തെ വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 19-ാമത്തെ വാക്യം. വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോട് അരുളപ്പാട് ചോദിപ്പിൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്. അടുത്ത വാക്യം, ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോട് ചോദിക്കേണ്ടത്. ഇതിന്റെ സാഹചര്യം നോക്കിയാൽ ഇപ്പൊ നമ്മളുടെ കാര്യം നടക്കുന്നില്ല, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് പറയാണ്, ഒരു അവിശ്വാസിയായി ഫ്രണ്ട് പറയുക, അയ്യോ നിങ്ങൾ ഇതേ വേളാങ്കണ്ണി പോയാൽ, അല്ലെങ്കിൽ ഇതേ എവിടെ പോയാൽ, ഇവിടെ ആലപ്പുഴയിൽ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇപ്പൊ ഒരു ധ്യാനകേന്ദ്രം ഉണ്ടല്ലോ, ഒരു മാഗസിനൊക്കെ ആരോ തിന്ന ഒരു സ്ഥലമുണ്ട് അവിടെ, പേര് മറന്നുപോയി. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാൽ അതിന് പേരുണ്ട്, ആ പേര് ഞാൻ മറന്നുപോയി, പോട്ടെ. അങ്ങനെയുള്ള സ്ഥലത്ത് പോവാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി, ഇന്ന അമ്പലത്തിൽ പോയി, ഇന്ന മസ്ജിദിൽ പോയി, ഇന്ന സ്ഥലത്ത് പോയി എന്ന് പറയുന്നവരോട് നിങ്ങൾ എന്താ പറയേണ്ടതെന്നാ ചോദിക്കുന്നത്? മരിച്ചവരോടാണോ? വായിച്ച ഭാഗത്തിന്റെ അവസാന ഭാഗം അവർ ചോദിച്ചാൽ എന്ത് മറുപടി പറയണമെന്നാ പറയണത്? യെശയ്യാവ് 8:19. ആ ലക്ഷണവാദികളോടും അവർ നിങ്ങളോട് പറയുമ്പോൾ ജനം, അതായത് ദൈവജനം, നമ്മൾ ആരോട് ചോദിക്കേണ്ടത്? ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്. എന്നിട്ട് ഇനി അടുത്ത വാക്യം പറഞ്ഞേ, ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോട്. അപ്പൊ ഒരു കാര്യം പറഞ്ഞു, ഈ പറയുന്ന മറ്റെല്ലാം ആൾക്കാരും എന്താണ്? മരിച്ച അവസ്ഥയിലുള്ളവരാണ്. അവരോടല്ല ചോദിക്കേണ്ടത്, ജീവനുള്ള ദൈവത്തോട് എന്ന് പറയുമ്പോൾ ഇവിടെ പരിശുദ്ധാത്മ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഞാൻ സ്വയമേവ ഒന്നും പറയില്ല. പിന്നെ എന്താ പറയാ? യോഹന്നാന്റെ സുവിശേഷം ആ വാക്യം ഒന്നുകൂടി എടുത്തേ, 16:13 എടുത്തേ. അവൻ നിങ്ങളെ സകലത്തിലും വഴി നടത്തും. കേട്ടോ, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇനി അവൻ സ്വയമായി സംസാരിക്കില്ല, താൻ കേൾക്കുന്നത് സംസാരിക്കും, വരുവാനുള്ളത് നിങ്ങളെ അറിയുകയും ചെയ്യും. കണ്ടോ? എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അത് കേട്ട് നിങ്ങളോട് പറഞ്ഞു തരും. ഹല്ലേലൂയ. ഇതിൽ വിശ്വാസമുള്ളവരായിരുന്നു ആര്? ഹല്ലേലൂയ. ഈ പറയുന്ന അബ്രഹാം. എന്താ കാരണം അറിയാമോ? അബ്രഹാമിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരാണെന്നൊന്നും അറിയില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന് ഇന്ന് നമുക്കറിയുന്നത് പോലെ അറിയാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ പരിശുദ്ധാത്മാവിനെ ഒരു ദൂതനായിട്ട് പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണാം. അതുകൊണ്ട് പറയാം, ഒരു ദൂതനെ മുൻപിൽ അയക്കും. എന്താ ഞാനത് പറയാൻ കാരണം അറിയാമോ? ഹല്ലേലൂയ. അവിടെ ഈ സൊദോം ഗൊമോറ തകർക്കാൻ പോകുന്ന സമയത്ത് ദൂതന്മാർ വന്നു പ്രയോഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് അത്ര തിരിച്ചറിവുകളില്ല. അന്ന് കൃത്യമായ ആ കാര്യങ്ങൾ ഒരു നിഴലായിട്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്ന ഈ അർത്ഥം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു മാർഗനിർദ്ദേശത്തിനായി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഹല്ലേലൂയ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ജീവിതത്തിൽ,
ഹല്ലേലൂയ തൻ്റെ മകനൊരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നാം വായിച്ച 24-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ ഹല്ലേലൂയ നാം മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കുന്ന 5 കാര്യങ്ങൾ കിടപ്പുണ്ട്. അതിൽ ഒന്നാമത്തേതായ കാര്യം, അബ്രഹാമിന് ദൈവവചനത്തെക്കുറിച്ച് ഗ്രാഹ്യമുണ്ടായിരുന്നു, ദൈവം പറഞ്ഞതിനെക്കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് താൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് വ്യക്തമായ നിർദ്ദേശം കൊടുക്കാനിടയായി. അല്ല ദൈവം എല്ലാം കൊണ്ടുവരട്ടെ, ദൈവം സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കാം എന്ന് പറയുന്ന തരത്തിലുള്ള വിശ്വാസിയല്ല അബ്രഹാം. അബ്രഹാം ദൈവഗതം ചെയ്യുവാനായിട്ട് ചില സ്റ്റെപ്പ് എടുത്തു. ഹല്ലേലൂയ. എൻ്റെ മകന് വേണ്ടി എൻ്റെ മകൾക്കൂടി വിവാഹം അത് ദൈവം കൊണ്ടുവരുമ്പോൾ ഞാൻ നടത്താമെന്നല്ല ചിന്തിക്കേണ്ടത്. നാം അതിന് ചില സ്റ്റെപ്പുകൾ എടുക്കണം. എങ്ങനെ? ദൈവവചനപ്രകാരമുള്ള തീരുമാനത്തിൽ ചില അന്വേഷണങ്ങൾ ആരംഭിക്കണം. നമുക്ക് ഇന്ന കാര്യങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവവചനപ്രകാരമുള്ള ആഗ്രഹമാകുവാൻ തക്കൊണ്ട് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം. ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ, ഒരു യാത്ര പോകണമെങ്കിൽ ഹല്ലേലൂയ അതനുസരിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ ചില സ്റ്റെപ്സ് എടുക്കണം. അതിൽ ഒന്നാമത്തെ ആവശ്യം ദൈവവചനമാണ്. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ആ ദൈവവചനപ്രകാരമുള്ള സ്റ്റെപ്പുകളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. എന്ത് സംഭവിച്ചാലും എൻ്റെ ആഗ്രഹം എന്തു ആയിക്കൊള്ളട്ടെ, പക്ഷേ അത് നടന്നാലും ഇല്ലെങ്കിലും ദൈവം എനിക്ക് വേണ്ടി എന്നോട് പറഞ്ഞതായിരിക്കുന്ന ആ വാഗ്ദത്തത്തിൽ പിന്മാറാൻ എൻ്റെ സമർപ്പണം ഹല്ലേലൂയ അതിൽ നിൽക്കുകയാണ്. ഞാൻ അതിനെതിരെ പ്രവർത്തിക്കുകയില്ല. മൂന്നാമത്തെ കാര്യം, എന്നെ ഇതുവരെ വിളിച്ച് എന്നെ വേർതിരിച്ച് എന്നെ വഴി നടത്തി എനിക്ക് മക്കളില്ലാത്ത സമയത്ത് എൻ്റെ മൃതപ്രായമായ അവസ്ഥയിൽ എൻ്റെ ഭാര്യയുടെ മൃതപ്രായമായിരിക്കുന്ന ഗർഭധാരണ ശേഷി നഷ്ടപ്പെട്ട ഹല്ലേലൂയ ആ വയറ്റിൽ ഒരു കുഞ്ഞിനെ നൽകിയ ആ കർത്താവിനെ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ആശ്രയത്തോടുകൂടി നിന്നോട് ഞാനിത് പറയുക, നീ അത് ചെയ്യാൻ പാടുള്ളൂ. ഹല്ലേലൂയ. മാത്രമല്ല താൻ അന്നു മുതൽ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ കാരണം ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചതായ ഏലിയാസർ ഹല്ലേലൂയ തൻ്റെ വിഷമഘട്ടത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവിടെ പറയും ദൂതനെ ഞാൻ അയക്കും നിനക്ക് മുമ്പായി എന്ന് പറയുകയാണ്. പിന്നെ കാണുന്നത് എന്താ? പിറ്റേ ദിവസം തന്നെ ഹല്ലേലൂയ കന്യകമാർ വരുന്നത്, അതിൽ ഒരു പെൺകുട്ടി അങ്ങനെ മറുപടി പറയുന്നത്, അത് കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്, അത് കഴിഞ്ഞ് ദൈവാലോചന പറയുന്നത്, ആ ആലോചനയ്ക്ക് മേലെ അവരുടെ ബന്ധുക്കളും ചർച്ചക്കാരും മാതാപിതാക്കളും എല്ലാം എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ ആ പെൺകുട്ടി റെബേക്ക അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് തീരുമാനമെടുത്ത് ഹല്ലേലൂയ താൻ ഇതുവരെ കാണാത്തതായ അവന്റെ സൗന്ദര്യം എന്തെന്ന്, അവന്റെ ഉയരം എന്തെന്ന്, ഹല്ലേലൂയ അവന്റെ സ്വത്ത് എന്തെന്ന്, അവന്റെ അവസ്ഥകൾ എന്തെന്ന് മനസ്സിലാക്കാതെ ഇന്ന് വരെ കാണാൻ കഴിയാത്ത ദൈവം നിശ്ചയിച്ചതായിരിക്കുന്ന ഹല്ലേലൂയ ആ വ്യക്തി എനിക്ക് തക്കതായിരിക്കുന്ന തുണയാണെന്ന് മനസ്സിലാക്കി ഇറങ്ങി പുറപ്പെട്ടവളായ റെബേക്കായെ എന്ന് പറഞ്ഞ റെബേക്ക എന്ന വാക്കല്ല, ആ പ്രാർത്ഥനയുടെ ഉത്തരത്തെ, ആ ഗൈഡൻസിന്റെ ഉത്തരത്തെ നാം അധ്യായത്തിൽ കാണുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ കോവിഡ് വ്യാപരിക്കുന്ന കാലഘട്ടത്തിൽ അനേകർക്ക് നിരാശയോടുകൂടി പരിഭ്രമം ഉളവാകുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ കഷ്ടതയുണ്ട് എങ്കിലും കഷ്ടതയെ അതിജീവിച്ചവനായ കർത്താവ് ആ മാർഗനിർദ്ദേശത്തിനായി നമ്മെ വിളിക്കുകയാണ്. എത്ര പേർ ഹൃദയം കർത്താവിന് കൊടുക്കും? പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുവാൻ ഇടയാകും. ഹല്ലേലൂയ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.